നമസ്കാരം. മണ്ണിടിച്ചിൽ ദുരന്തം ഇടപെട്ട് ഹൈക്കോടതി. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഇതുവരെ തുക അനുവദിക്കാത്തതിനും ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൽ നിന്നും വിശദീകരണം തേടി. അഡീഷണൽ സോളിസിറ്റർ ജനറൽ 18-ന് മറുപടി നൽകണം. ഫണ്ട് അനുവദിക്കുന്നതും പരിഗണിക്കാൻ ജസ്റ്റിസുമാരായ MK ജയശങ്കരൻ നമ്പ്യാർ, VM ശ്യാംകുമാർ എന്നിവരുൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇരു നിധികളിൽ നിന്നും കേരളത്തിന് ഇതുവരെ തുക നൽകിയിട്ടില്ലെന്ന് കോടതി സഹായിക്കാൻ നിയോഗിച്ച അമിസ് കുറി രഞ്ജിത്ത് തമ്പാൻ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ബെഞ്ചിൻ്റെ ഇടപെടൽ. തമിഴ്നാടിനും കർണാടകയും തുക ലഭിച്ചിട്ടുണ്ടെന്നും അമിസ് ക്യൂറി അറിയിച്ചു. 10,000 രൂപ നഷ്ടപരിഹാരം, 300 രൂപ ദിവസവേതന, 6,000 രൂപ മാസവാടക തുടങ്ങിയവ നൽകിയിട്ടില്ലെന്ന് ദുരന്ത ബാധിതരുടെ പരാതികളിൽ ചിലത് പരിഹരിക്കാനുണ്ടെന്ന് അമിസ് കുറി റിപ്പോർട്ടിൽ അറിയിച്ചു. സർക്കാരും കേരള ലീഗൽ സർവീസ് അതോറിറ്റിയും കെൽസ പരാതിയുടെ പട്ടിക ആഴ്ചതോറും നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകാനും ഇക്കാര്യത്തിൽ സത്യ വാറണ്ട് മൂലം നൽകാനായി കെൽസയെ കക്ഷി ചേർത്തു. വയനാടിന് കേന്ദ്ര സഹായം തേടി കേരള സർക്കാർ നൽകിയ നിവേദനത്തിൽ കണക്കുകൾ പിരിപ്പിച്ചു കാട്ടിയതിന് എന്ന നിലയിൽ വാർത്താ സംപ്രേഷണം ചെയ്ത അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലൻ കുറിപ്പ് അറിയിച്ചു.